പെണ്ണുങ്ങളെ ആ ദോശമാവ് തീർക്കല്ലേ, അത് രാവിലത്തേക്കും കൂടെ ഉള്ളതാ. മോളെ കൊള്ളാവോ ദോശ? ചെറിയൊരു പുളിയുണ്ട്. ചേച്ചി ഒന്ന് കഴിച്ചു നോക്കേ. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. കുറവുണ്ടോ? ചട്നി കൂടെ ഉണ്ടായിരുന്ന നല്ല സൂപ്പർ ആയിരുന്നു ചേച്ചി. അങ്ങനെ പലതും ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും. ഇപ്പൊ ഉള്ളതുകൊണ്ട് എന്റെ മോള് കഴിക്കാൻ നോക്ക്. ഇതെന്താ ഇതെന്താ മീൻ കറിയോ? ഇതാർക്കാ മീനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന? എനിക്കറിയില്ല. അത് ഇന്നലത്തെ മീൻകറിയാ. ഒരു ദിവസം ഇരുന്ന് പുളി പിടിച്ചാലേ നിങ്ങളുടെ അച്ഛൻ കഴിക്കൂ. ദേ, ആ പഴഞ്ചോറ് മീൻകറിയൊക്കെ അങ്ങേർക്കുള്ളതാണേ. ഒരു വലിയ മീൻ വറുത്തത് ഇരിപ്പുണ്ട്, അതെടുത്തേക്കരുത്. ആകെ ഒരു മീനേ കിട്ടുള്ളൂ വറക്കാൻ. ചേച്ചി എന്തടി? ചേച്ചി പഴഞ്ചോറ് കഴിക്കാറില്ലല്ലോ? ഇല്ല, കഴിക്കാറില്ല. പിന്നെ ഇതിപ്പോ ആർക്കാ? അതൊക്കെ ഉണ്ട് എന്റെ മോളെ, ഞാനിപ്പൊ കാണിച്ചു തരാം. ചേച്ചി ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കൂട്ടോ? നടക്കല്ല, ഞാൻ പലതും നടത്തും. ഞാൻ നടത്തും മോളെ. ശാന്തപ്പ, സമയം ഒരുപാടായി. എന്റെ കെട്ടിയോളുമാലാക എന്നെ നോക്കി വീട്ടിലിരിപ്പുണ്ട്. പിന്നെ തന്റെ കെട്ടിയോളും മാലാകയോട് അച്ചാറ് കൊണ്ടുവരുന്നത് മറക്കേല. ഗ്ലാസും പാത്രവും താൻ എടുത്തോ. ഇത് ശാന്തപ്പനിങ്ങ എടുക്കുക. ശരിയാണ്. സുലിച്ചേച്ചി, എന്താ മോളെ? നമ്മുടെ പക്രു എവിടെ? അത് നിങ്ങളുടെ പഠിപ്പുര തന്നെ കിടപ്പില്ലേ? എന്താ മോളെ? ഒന്നുമില്ല, കുറച്ച് പോഷകാഹാരം കൊടുക്കാനാ. പക്രു എവിടെ പോയി? ഇതെന്റെ ചട്ടിൻ ചോറും പോലെ ഉണ്ടല്ലോ. അതെ, നിന്റെ പട്ടിക്ക് ചോറ് കൊടുക്കണമെങ്കിൽ അത് നിന്റെ മുറ്റത്ത് വെച്ച് കൊടുക്കണം. വേണ്ടേ, എന്റെ ഈ പരിപ്പിനെ കൊണ്ട് വെച്ച് കൊടുക്കല്ലേ. നിങ്ങളുടെ അടുക്കളയിലെ ചോറ് എന്റെ പട്ടി പോലും തിന്നില്ല ശാന്തപ്പെണ്ണ. അതെയോ, അങ്ങനെയൊന്നും പറയില്ലേ. അത് ശരിയാണല്ലോ. അപ്പോ ഇത്രയും നാളും കുഞ്ഞോളെ എനിക്ക് തന്നോണ്ടിരുന്നത് ഒരു പട്ടിയും തിന്നാത്ത ചോറാണ്. ഓക്കെ, താങ്ക് യു സുലു, താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. ഓക്കെ, ഫൈൻ. കുഞ്ഞോളെ 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 കുഞ്ഞോളെന്തോ കാര്യമായിട്ട് എനിക്ക് വറുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞോളെ ഇതെന്തോ ഐസ്ക്രീമാ? ഒരുമാതിരി ഇവിടെ ചോറ് കറിയൊക്കെ എന്തേടി? നീയാണെ പറഞ്ഞു എനിക്ക് കൊമ്പസ്രാവിനെ ഓർത്ത് വെച്ചേക്ക് തന്നു. എവിടെയാണ്? നിങ്ങൾ പോയി നിങ്ങളുടെ മോളോട് ചോദിക്കാം. അതെ, നിങ്ങൾ നിങ്ങളുടെ ചാരുമോളോട് ചോദിക്കാൻ. മോളോടോ? ചോദിക്കണം. അവളെന്നെ പിടിച്ച് ഒഴുകിയൊന്നുമില്ലല്ലോ. ചോദിക്കും, ഈ ശാന്തപ്പൻ ചോദിക്കും. ചാരു കല്ലു ചാരു കുഞ്ഞോളെ നീ വന്നേടി. കല്ലോളെ ചാരു ഈസ് കം. മോളെ, അച്ഛന്റെ ചട്ടിക്കകത്ത് വെച്ചിരുന്ന ചോറും മീൻകറിയൊക്കെ എന്തേടി? എടുത്ത് പട്ടിക്ക് കൊടുത്തു. അതെന്തിനാ? അവരെ വീട്ടുവാതിൽക്കൽ കാവല് കിടക്കെങ്കിലും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീടിന് വേണ്ടി എന്താ ചെയ്യുന്നേ?
നാല് കാശേണ്ട എന്റെ അഹങ്കാരം. അഹങ്കാരം എനിക്കല്ല, അത് നിങ്ങൾക്കാ. വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വെച്ച കാശ് എവിടെ? ആ എനിക്കങ്ങനെ അറിയാം. എന്നോട് എന്തിനാ ചോദിക്കുന്ന? പിന്നെ എടുത്ത ആളോടല്ലേ ചോദിക്കേണ്ടത്? വീട്ടിലുള്ളവർ എന്തെങ്കിലും കഴിച്ചോ ചത്തോ എന്നൊന്നും അന്വേഷിക്കില്ല. ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ എത്ര രൂപ ചെലവുണ്ട് അത് നിങ്ങൾക്ക് അറിയാവോ? ഈ കൊച്ചിന് ഒരു തുണിക്കഷ്ണം നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? അവളുടെ ട്യൂഷൻ ഫീസ് എത്രയാണെന്ന് അറിയാവോ? അച്ഛനാന്ന് പറഞ്ഞ ഞെളിഞ്ഞ് നടക്കാൻ നാണമില്ല നിങ്ങക്ക്? നീ രാവിലെ തുണിയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഇന്നവരെ 10 പൈസ വട്ടച്ചെലവിനെന്നും പറഞ്ഞ് ഈ കൈവള വെച്ചിട്ടുണ്ടോ? പക്ഷേ നിന്റെ മാമന്റെ ചാവടി നിരത്തിന് ക്യാമായിട്ട് നടത്താൻ ഇറക്കാൻ വേണ്ടി നിന്റെ കാശുണ്ട്. ഇതിനൊക്കെ എവിടെ നാടി നിനക്ക് കാശ് കിട്ടുന്നേ? അതിനാണോ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശെടുത്ത് ഷാപ്പിൽ കൊണ്ടു കൊടുത്തത്? അതേടി, അതുകൊണ്ട് തന്നെ ചെയ്തത്. നീ തോന്നിയസ കാണിച്ചാലേ അതിന്റെ അപ്പുറം കാണിക്കാൻ ഈ ശാന്തപ്പൻ അറിയാം. അത് ചെയ്യൂല്ലോ. അതെങ്ങനെയാ? വന്നത് ശരിയാണെങ്കിലല്ലേ നിന്നത് ശരിയാവൂ. വന്നയാളുടെ കുഴപ്പം കൊണ്ട് തന്നെയാ നിങ്ങൾ ഇങ്ങനെ ആയി പോയത്. എടി 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 എടി, എന്നെ എന്തിനാ ഇതിനിടെ പിടിച്ചിരുന്നേ? ഇങ്ങനെ കാശെടുത്തോണ്ട് പോയതിന് ഞാനെന്ത് ചെയ്യാനാ? കുഞ്ഞോളെ, നീ അറിഞ്ഞോടി, എവളുണ്ടല്ല എവളുടെ മാമന്റെ ചാവടിന്തിരത്തില് കാശ് വാരി എറിഞ്ഞിരിക്കുന്നത് എവിടാന്നറിയോ? അമ്പലത്തില്. അതെ, പുണ്യം ചെയ്തവനെ മോക്ഷം കിട്ടും, പാപിക്ക് പാതാളവും. മഹാപാപം മാത്രം ചെയ്തെടുക്കുന്ന നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങാതെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നീ ബാംഗ്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചോ? ഹയർ സ്റ്റഡീസ് തുടരാൻ മമ്മി പറഞ്ഞതാ. പക്ഷേ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഓപ്പർച്യൂണിറ്റി വിട്ടുകളയണ്ടെന്ന് എൻ്റെ തീരുമാനം. നീയോ ഇവിടെ ഇല്ലല്ലോ. നീയില്ലാതെ ഞാനൊറ്റയ്ക്ക് ഇവിടെ എന്തിനാ? നീ ആഗ്രഹിക്കുന്നിടത്തോളം പഠിക്കണം. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്നൊക്കെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ മമ്മി പറഞ്ഞ പോലെ. അപ്പൊ നിനക്ക് നെക്സ്റ്റ് കോഴ്സ് ചെയ്തോടെ? ഞാൻ നിന്നോട് പറയാതെ ഒരു കാര്യം ചെയ്തു. എന്ത്? ഹോസ്റ്റലിൽ വെറുതെ ഇരുന്നപ്പോ PSC ടെസ്റ്റ് എഴുതി. എന്ത്? PSC ടെസ്റ്റോ? നീയോ? ആ